Good morning, students. Welcome to this video. Next, biasing of transistor. Transistor biasing ne പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ biasing എന്ന് പറഞ്ഞാൽ? Biasing എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിന് വോൾട്ടേജ് കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക. വർക്ക് ചെയ്യാൻ ആവശ്യമായ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. Provide voltage for working of transistor. ഇനി ബയസിംഗ് എന്താണ്? ബയസിംഗിന്റെ ആവശ്യകത എന്താണ്? നമ്മൾ 3 ബയസിംഗ് പഠിക്കുന്നു. അത് ഏതൊക്കെയാണ്? അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, ഒരു ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ AC ആണ്. ഓക്കെ, DC ആംപ്ലിഫയറും ഉണ്ട്, അത് നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ യൂഷ്വലി ഇൻപുട്ട് സിഗ്നൽ ഓഫ് ആംപ്ലിഫയർ ഈസ് AC. സാധാരണഗതിയിൽ മിക്ക സമയത്തും ഒരു ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ AC ആയിരിക്കും. നമുക്കറിയാം, AC സിഗ്നലിന് പോസിറ്റീവ് ഹാഫും ഉണ്ട്, നെഗറ്റീവ് ഹാഫും ഉണ്ട്. ഓക്കെ, ഒരു AC സിഗ്നലിന് പോസിറ്റീവ് ഹാഫും ഉണ്ട്, നെഗറ്റീവ് ഹാഫും ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രാൻസിസ്റ്ററിനെ ഓൺ ആവണമെങ്കിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യണമെങ്കിൽ അത് ഓൺ ആവണമെങ്കിൽ, കാരണം ഇത് കണ്ടോ, ഇത് ട്രാൻസിസ്റ്ററിന്റെ ബേസ്, ഇത് എമിറ്റർ. ഈ ബേസിന് എമിറ്ററിനോടുള്ള വോൾട്ടേജിനെ VB എന്ന് പറയും. VB, ബേസിന് എമിറ്ററിനോടുള്ള ഇത് ട്രാൻസിസ്റ്ററിന്റെ ബേസ്, ഇത് എമിറ്റർ. ഈ ബേസിന് എമിറ്ററിനോടുള്ള വോൾട്ടേജിനെ VB എന്നാണ് പറയുന്നത്. VBയുടെ വാല്യൂ 0.7 ആണെങ്കിൽ മാത്രമേ ട്രാൻസിസ്റ്റർ ഓൺ ആവത്തുള്ളൂ, കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ബേസ് എമിറ്റർ വോൾട്ടേജിന്റെ സിമ്പല് VBE. ഓക്കെ, VB എത്ര ആവണം? 0.7 ആവണം. VB 0.7 ആവണം. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ബേസിന്റെ എമിറ്ററിനിടയിലുള്ള വോൾട്ടേജ് ആയ VB 0.7 കൊടുത്താൽ മാത്രമേ, ട്രാൻസിസ്റ്ററിന്റെ ബേസിന്റെ എമിറ്ററിനിടയിൽ 0.7 വോൾട്ട് കൊടുത്താൽ മാത്രമേ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യത്തുള്ളൂ, ഓൺ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്ററിനെ ഓൺ കണ്ടീഷൻ നിർത്തണമെങ്കിൽ ബേസിന് എമിറ്ററിനും ഇടയിലുള്ള വോൾട്ടേജ് 0.7 ആയിരിക്കണം. ഓക്കെ, അതുപോലെ ബേസ് കറന്റ് ഒഴുകണമെങ്കിലും, ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്ത് ബേസ് കറന്റ് ഒഴുകണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് 0.7 കൊടുത്താൽ മാത്രമേ ട്രാൻസിസ്റ്റർ ഓൺ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ബേസ് എമിറ്റർ വോൾട്ടേജ് എത്ര ആവണം? 0.7 ആയാൽ മാത്രമേ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യത്തുള്ളൂ, ഓൺ ആവത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്കറിയാം, ഈ നമ്മളിപ്പോൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് AC വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ AC വോൾട്ടേജിൽ ഇത് 0.1, 0.2, 0.3, 0.4, 0.6, 0.7. ഓക്കെ, ഇതാണ് 0.7 വോൾട്ട്. അപ്പോൾ പോസിറ്റീവ് ഹാഫിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇവിടെ തൊട്ട് 0.7 തൊട്ട് മുകളിലോട്ടുള്ള വോൾട്ടേജ് ആണ്. ആ ഭാഗത്തെല്ലാം ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും. കാരണം ഈ പോസിറ്റീവ് ഹാഫ് കൊടുക്കുമ്പോൾ ഇത്രയും ഭാഗത്ത് വോൾട്ടേജ് 0.7ഉം അതിന് മുകളിലുമാണ്. ആ ഭാഗത്ത് ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും. ഇനി 0.3ഉം 0.1ഉം 0.2 ആ ഭാഗത്ത് ട്രാൻസിസ്റ്റർ ഓൺ ആവുമോ? ഇല്ല, ട്രാൻസിസ്റ്റർ ഓൺ ആവത്തില്ല. കാരണം നിങ്ങൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന ACയുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0.1ഉം 0.2ഉം 0.3 ഒക്കെ ആണെങ്കിൽ ട്രാൻസിസ്റ്റർ ഓൺ ആവത്തില്ല. ട്രാൻസിസ്റ്റർ ഓൺ ആവണമെങ്കിൽ 0.7 വോൾട്ട് വേണം. ഓക്കെ, അപ്പോൾ ആ ഭാഗത്ത് ട്രാൻസിസ്റ്റർ ഓൺ ആവത്തില്ല. ഓക്കെ, നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ, ഈ നെഗറ്റീവ് വോൾട്ടേജ്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഈ നെഗറ്റീവ് വോൾട്ടേജ് ഒന്നും കൊടുത്താൽ ട്രാൻസിസ്റ്റർ ഓൺ ആവത്തില്ല. ട്രാൻസിസ്റ്റർ ഓൺ ആവണമെങ്കിൽ 0.7ഓ അതിന് മുകളിലുള്ള വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ ട്രാൻസിസ്റ്റർ ഓൺ ആവത്തുള്ളൂ.
അപ്പോൾ 0.7 താഴെയുള്ള വോൾട്ടേജ് കൊടുത്താലും 0.7 താഴെയുള്ള വോൾട്ടേജ് കൊടുത്താലും ഈ നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്താലും ട്രാൻസിസ്റ്റർ ഓൺ ആവത്തില്ല. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓൺ ആവണമെങ്കിൽ ബേസിന് എമിറ്ററിനിടയിൽ നമ്മൾ എത്ര കൊടുക്കണം? വോൾട്ടേജ് 0.7 വോൾട്ട് കൊടുക്കണം. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിന്റെ ഈ ഭാഗത്തെ വോൾട്ടേജ് 0.1, ഈ ഭാഗത്ത് 0.2, ഈ ഭാഗത്ത് 0.4, ഈ ഭാഗത്ത് 0.5 ആണ്. അതുപോലെ നെഗറ്റീവ് ഹാഫ് സ്റ്റേക്കിൽ നെഗറ്റീവ് വോൾട്ടേജ് ആണ് വരുന്നത്. ഇത്രയും ഭാഗത്ത് ട്രാൻസിസ്റ്റർ ഓൺ ആവത്തില്ല, ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യത്തില്ല, ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യത്തില്ല, ബേസ് കറണ്ട് ഒഴുകത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യും? ഇത്രയും ഭാഗത്ത് AC ഫലിക്കാത്തപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കാൻ വേണ്ടി, ട്രാൻസിസ്റ്ററിനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി, ബേസ് കറണ്ട് ഒഴുകാൻ വേണ്ടി നമ്മൾ DC വോൾട്ടേജ് അപ്ലൈ ചെയ്യും. Okay, the transistor can be made conducting by applying DC voltage. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ AC വോൾട്ടേജിന്റെ ഒരു ചുരുങ്ങിയ ഭാഗത്ത്, അതായത് 0.7 അതിന് മുകളിൽ മാത്രമേ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. 0.7 താഴെയും നെഗറ്റീവ് വാല്യൂലും ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ അത്രയും ഭാഗത്ത് ട്രാൻസിസ്റ്ററിനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യും? DC കൊടുക്കണം. ഓക്കെ, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബയസിംഗ്. DC വോൾട്ടേജ് കൊടുത്താൽ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബയസിംഗ്. ബയസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊവൈഡിംഗ് DC voltage which helps in the functioning of the circuit. അപ്പോൾ ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കാൻ വേണ്ടി നമ്മൾ DC സപ്ലൈ പ്രൊവൈഡ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ബയസിംഗ്. ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ DC വോൾട്ടേജ് കൊടുക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ബയസിംഗ്. ഓക്കെ, ബയസിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് DC വോൾട്ടേജ് കൊടുക്കുന്ന പ്രോസസ്സാണ് ബയസിംഗ്. ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാൻ ആവശ്യമായ DC വോൾട്ടേജ് കൊടുക്കുന്ന പ്രോസസ്സാണ് ബയസിംഗ്. ഇനി ബയസിംഗിന്റെ ആവശ്യകത എന്താണ്? നീഡ് ഫോർ ബയസിംഗ്. ട്രാൻസിസ്റ്ററിനെ എന്തിനാ ബയസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് ട്രാൻസിസ്റ്ററിന്റെ കട്ട് ഇൻ വോൾട്ടേജിനേക്കാൾ കൂടിയാൽ മാത്രമേ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, പലപ്പോഴും ട്രാൻസിസ്റ്ററിൽ കട്ട് ഇൻ വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞാൽ 0.5 0.6 ഒക്കെ വരും. അപ്പോൾ അതിനേക്കാൾ കൂടിയ വോൾട്ടേജ്, അതായത് 0.7 കൊടുത്താൽ മാത്രമേ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ആ വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ബയസിംഗ് സർക്യൂട്ട് ഉപയോഗിക്കും. ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യണമെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജിനേക്കാൾ കൂടിയ വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. പലപ്പോഴും 0.5 ഒക്കെ ആയിരിക്കും കട്ട് ഇൻ വോൾട്ടേജ്. അതിനേക്കാൾ കൂടിയ 0.6 0.7 ഒക്കെ കൊടുക്കുമ്പോഴാണ് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യണമെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജിനേക്കാൾ കൂടിയ വോൾട്ടേജ് കൊടുക്കണം. അത് ആര് സാധ്യമാക്കും? ബയസിംഗ് സർക്യൂട്ട് സാധ്യമാക്കും. ഇനി BJT ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ, ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ അത് ഏത് റീജിയനിലാണ് വർക്ക് ചെയ്യേണ്ടത്? ആക്റ്റീവ് റീജിയനിൽ. ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യണം. അതും ബയസിംഗ് സർക്യൂട്ട് സാധ്യമാക്കും. ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യാനും ബയസിംഗ് സർക്യൂട്ട് സാധ്യമാക്കും. പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു ബയസിംഗ് സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് ഫംഗ്ഷൻ. ബയസിംഗ് സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ബയസിംഗ് സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്. അതായത് ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ലോഡ് ലൈനിൽ ഒരു സ്യൂട്ടബിൾ പോർഷനിൽ ഫിക്സ് ചെയ്യുക. ആ ഫിക്സ് ചെയ്ത ക്യൂ പോയിന്റിനെ അഥവാ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ടെമ്പറേച്ചർ വേരിയേഷനിൽ നിന്നും ട്രാൻസിസ്റ്റർ പാരാമീറ്ററിന്റെ ചേഞ്ചിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക. അതെവിടെയാണോ ഫിക്സ് ചെയ്തത് അവിടെ തന്നെ ഇൻടാക്ട് ആയിട്ട് നിർത്തുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ബയസിംഗ് സർക്യൂട്ട്സ് ആണ്. ഒന്ന് ഫിക്സഡ് ബയസ് സർക്യൂട്ട്.
രണ്ട് ബയാസിംഗ് സർക്യൂട്ട് വിത്ത് എമിറ്റർ റെസിസ്റ്റർ. ഏറ്റവും അവസാനം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ബയാസിംഗ് സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട്. ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട്. ഈ മൂന്ന് ബയാസിംഗ് സർക്യൂട്ട് നമ്മൾ 1 by 1 ആയിട്ട് പഠിക്കും. ഏതൊക്കെയാണ്? ഫിക്സഡ് ബയാസിംഗ് സർക്യൂട്ട്, ബയാസിംഗ് സർക്യൂട്ട് വിത്ത് എമിറ്റർ റെസിസ്റ്റർ, ദെൻ ഫൈനൽ വൺ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട്. ഓക്കെ.